പ്രപഞ്ചത്തിന്റെ ഒഴുക്കും സമർപ്പണവും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ കഠിനമായി ശ്രമിച്ചാലും വിചാരിച്ചതുപോലെ നടക്കാത്തത്? ജീവിതത്തിലെ എല്ലാ ചെറിയ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ നമ്മൾ എത്രത്തോളം നിർബന്ധം പിടിക്കുന്നുവോ അത്രത്തോളം നിരാശയും മാനസികമായ തളർച്ചയും മാത്രമായിരിക്കും ഫലം. ഒടുവിൽ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയിൽ ഓരോ ചുവടും കൃത്യമായി പ്ലാൻ ചെയ്ത് സ്വന്തം സമാധാനം കളഞ്ഞ് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം ഈ അമിതമായ ഓട്ടപ്പാച്ചിലല്ല, മറിച്ച് ചില കാര്യങ്ങൾ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുന്നതിലാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? വിട്ടുകളയുന്നതിലൂടെയും പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നതിലൂടെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാറ്റിന്റെയും ഒഴുക്കിനെ നിങ്ങൾ യഥാർത്ഥത്തിൽ തുറന്നുവിടുകയാണ് ചെയ്യുന്നത്. ഒന്നിൽ നമ്മൾ സമർപ്പണത്തിന്റെ കലയിലേക്കും നിങ്ങൾ പിന്തുടരുന്നതെല്ലാം എന്തുകൊണ്ടാണ് ഇതിനകം തന്നെ നിങ്ങളുടെ വഴിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിലേക്കും ആഴത്തിലിറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, തുടങ്ങുന്നതിനു മുന്നേ നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതകരമായ ഒഴുക്കിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ യൂണിവേഴ്സ് എന്ന് കമന്റ് ചെയ്യൂ. വൈബ്രേഷനുകളുടെ ശക്തി. പ്രപഞ്ചം പ്രതികരിക്കുന്നത് നിങ്ങളുടെ വൈബ്രേഷനോടാണ്, അല്ലാതെ നിങ്ങളുടെ നിരാശയോടല്ല. ബുദ്ധമതത്തിൽ പ്രപഞ്ചം ഒരു യാദൃശ്ചികമായ ശക്തിയല്ലെന്നും മറിച്ച് നമ്മൾ പുറപ്പെടുവിക്കുന്ന ഊർജത്തോട് നേരിട്ട് പ്രതികരിക്കുന്ന ഒന്നാണെന്നും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുന്നു. ഈ ഊർജത്തെയാണ് നമ്മൾ നമ്മുടെ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് നിരന്തരം പ്രപഞ്ചത്തിലേക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വൈബ്രേഷനെ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഫ്രീക്വൻസിയായി ചിന്തിക്കുക. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും വിശ്വാസങ്ങളുമെല്ലാം ഒരു തരത്തിലുള്ള ഊർജ ഉൽപ്പാദനം സൃഷ്ടിക്കുന്നു. നിങ്ങൾ ശാന്തതയോടും വിശ്വാസത്തോടും പോസിറ്റിവിറ്റിയോടും കൂടിയാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് പുറത്തേക്ക് അയക്കുന്നത്. പ്രപഞ്ചം അതിനു പകരമായി നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ അതേ വൈബ്രേഷനുകളുമായി പൊരുത്തപ്പെടുത്തിക്കൊണ്ട് പ്രതികരിക്കുന്നു. നിങ്ങൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ നിരാശരാകുമ്പോഴും ഉത്കണ്ഠയാൽ നിറഞ്ഞിരിക്കുമ്പോഴും നമുക്കാവശ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ നിരന്തരം പായുമ്പോഴും നമ്മുടെ വൈബ്രേഷൻ മാറുന്നു. ആ നിരാശയുടെ നിമിഷങ്ങളിൽ നമ്മൾ പ്രപഞ്ചത്തിന്റെ ഒഴുക്കുമായി പൊരുത്തപ്പെടുന്നില്ല. പകരം നമ്മൾ ഒരു ദാരിദ്ര്യത്തിന്റെ അല്ലെങ്കിൽ കുറവിന്റെ അവസ്ഥയിലാണെന്ന് പ്രപഞ്ചത്തോട് പറയുകയാണ്. നിരാശ എന്നത് ഒരു ശക്തമായ ശക്തിയാണ്, പക്ഷേ അത് നിങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്. കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾ നിരാശയോടെ ശ്രമിക്കുമ്പോൾ സമൃദ്ധിയുടെ സന്ദേശത്തിനു പകരം ആവശ്യകതയുടെ സന്ദേശമാണ് നിങ്ങൾ അയക്കുന്നത്. പ്രപഞ്ചം നിങ്ങളുടെ ആവശ്യത്തെ കേൾക്കുന്നില്ല, അതാ കുറവിനെയാണ് കേൾക്കുന്നത്. കൂടാതെ കുറവ് എന്ന ആ വികാരത്തെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് അത് പ്രതികരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരു ചുവട് പിന്നോട്ട് വെച്ച് നിങ്ങളുടെ ഊർജത്തെ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതുമായി പൊരുത്തപ്പെടുത്തുകയും അത് കൃത്യമായ സമയത്ത് വരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ശക്തമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. നിങ്ങളുടെ വൈബ്രേഷൻ കുറവുകളുടെ അവസ്ഥയിൽ നിന്ന് വിശ്വാസത്തിന്റെയും സമൃദ്ധിയുടെയും അവസ്ഥയിലേക്ക് മാറുന്നു. ആ പൊരുത്തപ്പെടലിൽ പ്രപഞ്ചം നിങ്ങൾക്ക് അടയാളങ്ങളും അവസരങ്ങളും ബന്ധങ്ങളും അയക്കാൻ തുടങ്ങുന്നു. അത് നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു.